അയ്യോ നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറയാണ്. ഈ ഒരു അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഒരു ചേച്ചി ഇവിടെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. സൈഡിൽ കൂടെ നടന്നു പോകുമായിരുന്ന ഒരു ചേച്ചി ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നടന്നതിനാൽ മേത്ത് വീണില്ല. ദേശീയപാത NH 544 മണ്ണൂത്തി ആറുവരിപ്പാതയിൽ വാണിയമ്പാറ എന്ന പ്രദേശത്താണ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് കട്ട് ചെയ്ത് പോയതിനുണ്ട്. വേണ്ടത്ര ശാസ്ത്രീയ രീതിയിൽ സൈഡിൽ കോൺക്രീറ്റ് ഭിത്തിയോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള സജ്ജീകരണങ്ങളോ ഒന്നും ചെയ്യാതെ ബലപ്പെടുത്താതെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണിടിച്ചുകൊണ്ടിരിക്കുന്നത്. വാണിയമ്പാറ മേലച്ചുങ്ങം, അതുപോലെ ഇന്ന് കാലത്ത് പട്ടിക്കാടും വലിയ തോതിൽ മണ്ണിടിച്ച് ദേശീയപാതയുടെ നടുക്ക് വരെ എത്തിയിരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവിടെ കല്ലും വലിയ പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ തന്നെ വീണിരുന്നു. ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത് സൂചിപ്പിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല NH 544 നിർമ്മാണ കമ്പനിയും അതുപോലെ തന്നെ NH അതോറിറ്റിയും. ഉടനൊരു നടപടി എടുത്തില്ലെങ്കിൽ വലിയൊരു ഷിരൂരുണ്ടായ പോലെയും അതുപോലെ തന്നെ വയനാടൊക്കെ ഉരുള് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു സമാനമാവുന്ന രീതിയിൽ ഒരു ദുരന്തം കൂടെ ഉണ്ടാവും. നമുക്ക് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനമുണ്ട്, നമുക്ക് ചോദിച്ചറിയാം എന്താണ് ഉണ്ടായതെന്ന്. ഇതൊരു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒരു ചേച്ചി അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ മണ്ണിടിയുന്നതിൻ്റെ ആ സമയത്ത് ഏതാണ്ട് ഒരു 2-3 മിനിറ്റിൻ്റെ സമയത്താണ് ആ സൈഡിൽ കൂടെ, റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു സ്ത്രീ നടന്നു വന്നിരുന്നത്. തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലത്തെ ഒരു പയ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് അവർ ഈ മണ്ണിൽ അടിയിൽ പെടാതെ രക്ഷപ്പെട്ടു പോയത്. ഈ മണ്ണിടിയുന്നതിനെക്കുറിച്ച് ഹൈവേയുടെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് പല പ്രാവശ്യം സംസാരിക്കും. ഇത് മണ്ണെടുത്ത് മാറ്റേണ്ട കാര്യം, അതിനുള്ള മുകളിൽ മരങ്ങൾ മുറിച്ച് മാറ്റാൻ നമ്മുടെ വാണിയമ്പാറ സ്റ്റേറ്റ് അവർ തയ്യാറാവും ചെയ്തിട്ട് ഇവരുടെ ഭാഗത്ത് യാതൊരു നടപടിയില്ല. ഈ മണ്ണിടിഞ്ഞ് ഈ നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് വരെ ഈ മണ്ണിടിഞ്ഞെത്തി. ഇതിനടിയിൽ എന്തെങ്കിലും പെട്ടത് ആൾക്കാർ പെട്ട് അപകടം ഉണ്ടായതിന് ശേഷമാണോ ഈ മാറ്റാനും മറ്റു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിക്കുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ഒരു അപകടം തലനാരിഴയ്ക്കാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടു പോയത്. ബൈക്കുകൾ വരുന്നതാണ്. ഇനി വീണ്ടും മണ്ണിടിഞ്ഞ് രാത്രിയിലേക്ക് വരുന്ന സമയത്ത് ബൈക്കുകളൊക്കെ ഈ മണ്ണിടിച്ചിൽ പെട്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ എത്രയും പെട്ടെന്ന് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥർ പറയാൻ കഴിഞ്ഞത് ഇവിടുന്ന് 1 കിലോമീറ്റർ ഇതിൻ്റെ മേൽപ്പാലം പണിയുന്ന PST എന്ന കമ്പനിക്കാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല, മണ്ണിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സുരക്ഷ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ കമ്പനിയുടെ ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇതിന് നടപടിയെടുത്ത് ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കണമെന്നാണ് ഈ PST കമ്പനിയോട് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയേണ്ടത് ഇതാരാണ് ചെയ്യേണ്ടത്, അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഇപ്പോൾ 3 പാലങ്ങൾ മൂന്നല്ല, പാലക്കാട് വരെയുള്ള 2 പാലങ്ങളും കല്ലിടുക്ക് വാണിയമ്പാറ പാലങ്ങൾ അതുപോലെ തന്നെ മുടിക്കോടുള്ള പാലങ്ങളും പണിയുന്നത് PST, നാമക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി PST എന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് ഇതുവരെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല എന്നതിനെയാണ് വലിയൊരു അത്ഭുതം. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമെങ്കിൽ നടപടി സ്വീകരിക്കണം. കല്ലിടുക്കും മുടിക്കോടും നിരന്തരം ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വം കൂടി എടുക്കണം. കാരണം ഞാനൊരു വിഷ്വൽ കാണിച്ചു തരാം. അതിൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്യണമെന്ന് വിചാരിച്ചാണെങ്കിൽ ഈ സന്ദർഭത്തിൽ കാണിച്ചു തരാം. ആംബുലൻസ് ഏകദേശം 1 മിനിറ്റിലധികം കുടുങ്ങിക്കെടുക്കുന്നത്, അത് സാധാരണ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയൊക്കെ അവിടെ കല്ലിടുക്ക് വലിയൊരു ബ്ലോക്ക് ഉണ്ടായതിന് മുടിക്കോട് ഒരു കുഴിയിൽ ലോറി അകപ്പെട്ടത് മുഖേന ഇന്ന് ഏകദേശം 11 മണി വരെ കനത്ത ബ്ലോക്കായിരുന്നു. ഇതിനൊക്കെ ഉത്തരവാദിത്തം PST കമ്പനി ഏറ്റെടുക്കണം, അതല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഇതിനെതിരെ ചോദ്യം ചെയ്യണം. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് കാണാം.
അപ്പോൾ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ കല്ലിടുക്ക് മുടിക്കോട് ഒക്കെ ബ്ലോക്ക് ഉണ്ടാവുകയാണ്. വരും ദിവസങ്ങളിൽ വാണിയമ്പാറയും സമാനമായ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാവും. അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വരേണ്ടി വരും. ജനങ്ങളെ വെറുതെ സമരപരിപാടികളും അതുപോലെ പ്രതിഷേധങ്ങളുമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ വാർത്ത മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത് നിങ്ങളുടെ ഷെയറിങ്ങിലൂടെയാണ്.